السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങള്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങള്, അബ്ബാസ് അലി ശിഹാബ് തങ്ങള്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി കൂടിയായ ഉസ്താദ് എൻ ടി അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേന്ദ്ര കോഴിക്കോട് പി ഉമർ മുസ്ലിയാർ, ഈ വേദിയിൽ പ്രഭാഷണം നടത്തുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങൾ, കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റ് വേദിയിലെ അതിഥികളായി വിദേശത്തിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ഇവിടെ എത്തിയ പണ്ഡിതന്മാര്, MLA-മാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, ശിഷ്യ SKSF-ന്റെ അതിൻ്റെ നേതാക്കന്മാർ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, SKSF-ന്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പോഷക സംഘടനകളുണ്ട് നമുക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട പല പോഷക സംഘടനകൾ, അതിൽപ്പെട്ട ഒരു പോഷക സംഘടനയാണ് SKSF. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഈ കേരളത്തിലും കേരളേതര സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വളരെ ശക്തമായ പ്രവർത്തനമാണ് SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, SKSF രൂപീകരിക്കപ്പെട്ടു 35 വർഷം തികയുമ്പോൾ വലിയ പ്രൗഢിയോടുകൂടി ഇതേപോലെ ഒരു വാർഷിക മഹാസംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ
പ്രൗഢി വിളിച്ചു വന്ന സദസ്സുകളാണ് ഇതുപോലുള്ള സദസ്സുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഹറം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടു. അത് സംസ്കൃത ജമിയത്തുലമയുടെ ഒരു പ്രൗഢി അത് കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലും അത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൂ. കർണാടക പോലത്തെ സംസ്ഥാനങ്ങളിൽ സംസ്കൃത ജമിയത്തുലമയെ പരിചയപ്പെടുത്തുന്നതിന് അത് വലിയ സഹായകമായി എന്നുള്ളതും ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സമ്മേളനങ്ങളൊക്കെ എപ്പോഴും അത് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചക്കും ആ പ്രസ്ഥാനത്തിലെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഉപകരിക്കുന്നതായ ഒന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്മേളനങ്ങളൊക്കെ അത് ഏതർത്ഥത്തിലും അത് എല്ലാ നിലക്കും അത് വിജയിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആത്മാർത്ഥമായ ദുആ തന്നെയാണ്. സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മഹാന്മാരാകുന്ന ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, മഹാന്മാരാകുന്ന സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, മശായിഖന്മാർ, അസാത്തിദത്ത് അവരൊക്കെ ഖബറിന്റെ സമീപത്ത് ചെന്ന് അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കും. ഇത് മഹാന്മാരാകുന്ന നമ്മൾ അസാത്തിദത്തിൽ നിന്ന് ഉസ്താദന്മാരിൽ നിന്ന് പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചതായ ഒരു സന്ദേശമാണ്. അപ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മഹാന്മാരുടെ ദുആകളാണ്, മഹാന്മാരുടെ ഹദറത്തിൽ ചെന്നുകൊണ്ടുള്ള ദുആകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സമ്മേളനങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാളെ ആഖിറത്തിലെ ഹസനാത്തിന്റെ ആ ദുആസിൽ അല്ലാഹു വലിയ ഗണമാക്കി കൊണ്ട് തൂക്കി തരട്ടെ. ഈ സമ്മേളനത്തിലേക്ക് സഹായിച്ചപ്പോൾ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളിലേക്ക് സഹായിക്കുന്നവരും നമ്മുടെ സംഘടനകൾക്ക് സഹായിക്കുന്നവരും ഈ സമ്മേളനം നല്ല നമ്മുടെ എല്ലാ സമ്മേളനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചവരും ഈ സമ്മേളനത്തിലൊക്കെ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആഖിറത്തിൽ അവർക്കും നമുക്കൊക്കെ ഹസനാത്തിന്റെ ദുആസിൽ അല്ലാഹു അത് വലിയൊരു ഭാരമായി കൊണ്ട് തൂക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന നമ്മുടെ മശായിഖ് അജ്ദാദിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു അവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെയും ഇതിന്റെ പോഷക സംഘടനകളെയൊക്കെ അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ വിശുദ്ധമായ ദീൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചതാണ്. മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ അവരിവിടെ കൈകാര്യം ചെയ്തത് അടിസ്ഥാനപരമായി ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങളാണ്. അമ്പിയാക്കന്മാര് അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ അമ്പിയാക്കന്മാര് എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വാഹിദാണ്. നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അത് അല്ലാഹുവിന്റെ റസൂലാണ്. അതിനെ തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളാണ് എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത്. ശരീഅത്തിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമായ ദീൻ അതിനെ അല്ലാഹുവാണ് ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലവിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവും.
ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് വിശുദ്ധമാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംവിധാനം. അത് ഒറ്റപ്പെട്ടുകൊണ്ടുള്ളതായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. കാരണം അത് മതിയായിരുന്നു. അവരൊക്കെ ഓരോ വ്യക്തികളാണെങ്കിലും അവരൊരു സമൂഹമായിരുന്നു. കഴിഞ്ഞ സർവ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മഹാന്മാരാകുന്നതായ സ്വഹാബത്ത്, ആ സഹാബത്ത് ഓരോരുത്തരും ഒരു പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തരും ഒരു പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷം മഹാന്മാരാകുന്ന താബിഈങ്ങളുടെ ശേഷം മദ്ഹബിന്റെ അയിമ്മത്ത് അവരൊക്കെ ഒരു പ്രസ്ഥാനങ്ങളായിരുന്നു. ഒരു സമൂഹത്തോട് ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉണർത്തിയതുപോലെ അപ്പൊ ആ നൂറ്റാണ്ടിന്റെ ആ തിളക്കവും അതിന്റെ ആ പ്രൗഢിയൊക്കെ അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്റാണ്ടിലേക്കുണ്ട്. അതുകൊണ്ടാണ് ആ നൂറ്റാണ്ടിനെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തമമാകുന്ന നൂറ്റാണ്ട്. അതിന്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുണ്ട്, അതിന്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുണ്ട്, മറ്റൊരു അഭിപ്രായപ്രകാരം അടുത്ത നൂറ്റാണ്ടിലേക്കുണ്ട്. അപ്പൊ ആ നൂറ്റാണ്ടുകളിൽ അത് വളരെ ഉത്തമമായ നൂറ്റാണ്ടുകളായിരുന്നു. ആ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ അവര് ജീവിച്ചതായ അവരുടെ ജീവിത രീതി, അവർക്കുള്ളതായ ഫത്വകൾ, അവർക്കുള്ളതായ അവരുടെ ശരീരമായ അവരുടെ അഹ്കാമുകൾ, ഇതിനൊക്കെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള കൂടി പഠിപ്പിച്ചത്. ആ 4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടോ, ആ 3-4 നൂറ്റാണ്ടിലുള്ള മശായിഖ് അയിമ്മത്ത് അവര് ആ ജീവിച്ചതായ ആ കാലഘട്ടം അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉത്തമമായ കാലഘട്ടമായി കൊണ്ട് പ്രഖ്യാപിച്ചു. ഇതിനു വേണ്ടി ആ കാലഘട്ടത്തിലുള്ളവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അവർക്കുള്ളതായ ചര്യകൾ, അവരുടെ ഹക്കാമുകൾ, അവരുടെ ഫതാവകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം പിന്നീട് ജീവിക്കേണ്ടത്. അതിന് ശേഷം ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഇവിടെ വിശുദ്ധമാവുന്ന ദീനിൽ പല നിലക്കുള്ള വിദ്യാർത്ഥികളുടെ പൊട്ടി മുളക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്, ഈ വിശുദ്ധ ദീനെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളും ഈ ദീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് അതിന്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, സംരക്ഷിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഈ 3-4 നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ഇവിടെ പലതരത്തിലുള്ളതായ വിദഗ്ധ സ്വഭാവങ്ങളും ഇത്തരങ്ങളൊക്കെ വന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് അതിന് തടുക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്നതായ അസാത്തിദത്ത്, അല്ലെങ്കിൽ അന്ന് ദീനിന് നേതൃത്വം നൽകുന്നതായ മഹാന്മാരാവുന്ന ഉലമാ, അതിൻ്റെ മഹത്വങ്ങളാവുന്നതായ ആളുകൾ അവർക്കുള്ളതായ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചോളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദീൻ അതിൻ്റെ ആരംഭം മുതൽ തന്നെ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചവരാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്.
അവരത് ദീനിന്റെ സ്വഭാവം അങ്ങനെയാണ്. ദീന് ഏത് സമയത്തും ആ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമാവുന്നതായ പ്രവർത്തനം നടന്നുകൊണ്ടേ. അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായി. അതിനെ അവർക്ക് അതിജീവിക്കാൻ കഴിയും. ഈ ദീന്റെ വെളിച്ചം ആർക്കും അത് കെടുത്താൻ വേണ്ടി സാധിച്ചില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അമ്പിയാക്കന്മാരെ തൊട്ട് അമ്പിയാക്കന്മാർ വരാത്ത ഒരു ഫത്രത്തിന്റെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടെങ്കിലും ആ വെളിച്ചം ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅ്സത്തിന്റെ മുമ്പ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅ്സത്ത് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിലും ഇവിടെ മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആ വിശുദ്ധമാവുന്ന ശരീഅത്തോട് പിടിച്ചിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅ്സത്ത് വരെ ഉണ്ടായി. അതൊന്നുമില്ലെങ്കിലും മുഅ്മിനീങ്ങളായ ആളുകളും ആ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ ആ വെളിച്ചം ഒരു കാലഘട്ടത്തിലും അതിന്റെ ഉത്ഭവം മുതൽ ഒരു കാലഘട്ടത്തിൽ നശിപ്പിക്കാനുള്ള ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ പല നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പല വിമർശനങ്ങൾ, ഇതൊക്കെ ദീനിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്. അതിവിടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞതുപോലെ താബീങ്ങളുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ആ അവസാന താബീങ്ങളോട് പിൻപറ്റിയ ആളുകളിൽ നിന്നിട്ട് അവസാനത്തതായ വിശ്വസിക്കാൻ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ മറ്റുള്ളതായ അവരുടെ ഫത്വകളൊക്കെ നമുക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നവർ ഇതിൽ 2220 അവസാനം വരെ ജീവിച്ചതായ ആളുകളാണ്. എന്നാൽ ആ ദേശത്തുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വെളിപ്പെട്ടു. വളരെ വ്യക്തമായ നിലക്ക് അവർ വെളിപ്പെട്ടു പോയി. ورفعت الفلاسفة رؤوسها وامتهن أهل العلم ليقولوا بخلق القرآن وتغيرت الأحوال تغيرا شديدا ولم يزل الأمر في نقص إلى الآن ثم يفشل الكذب ظهورا بينا حتى يشمل الأقوال والأفعال والمعتقدات. പിന്നെ അതിനുശേഷം ഇവിടെ ഉണ്ടായ സംഭവം എന്താന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിന്റെ ആളുകൾ പ്രസ്ഥാനങ്ങൾ ഇവിടെ വെളിപ്പെട്ടു. അതിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് മുഅ്തസിലത്ത്. അവര് ശബ്ദിക്കാൻ തുടങ്ങി. ഫൽസഫന്റെ ആളുകൾ അവരെ തല പൊക്കാൻ തുടങ്ങി. യഥാർത്ഥ ഇൽമിന്റെ ആളുകളാവുന്ന പണ്ഡിതന്മാരെ പലതരത്തിലും അവരെ പരീക്ഷിക്കപ്പെട്ടു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയപ്പെടാൻ വേണ്ടി, ഖുർആൻ മഖ്ലൂഖാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അന്നിലേക്ക് മഹാനാവുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സംഭവമൊക്കെ നമുക്കറിയാലോ. അവർ ഖുർആൻ മഖ്ലൂഖാണെന്ന് അവരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ പറയാത്തത് കൊണ്ട് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ ഖൈറുൽ ഖുറൂൻ നിഷേധിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. അങ്ങനെ പോരായ്മയോട് കൂടിക്കൊണ്ട് തന്നെ പിന്നീട് കാര്യങ്ങൾ നടന്നു പോകുന്നു.
പിന്നെ വാക്കുകളിൽ കളവ് പറയുന്നതായ സ്വഭാവം അത് പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കൊക്കെ ഉണ്ടായി. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, അഖീദ, അതുപോലെ തന്നെ മറ്റുള്ളതായ ഫത്വകളിലും മറ്റുമൊക്കെ കളവ് വന്നുകൂടാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായിത്തീരും. എന്നാലും വിശുദ്ധമായ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാത്തുകൊണ്ടേയിരിക്കും. അതാണ് അപ്പൊ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ സരണി, അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും. മഹാന്മാരാവുന്ന അയിമ്മത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തത് ഖുർആൻ അല്ലാഹു മഖ്ലൂഖാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇവിടെ കടന്നു വരും. അത് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കപ്പെടുന്നു. ചില മഹല്ലത്തുകളിലൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചു വീഴുന്നുണ്ട്. അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് പിരിച്ചു വീഴുന്നത്. പക്ഷേ പലരും ഇന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടെ പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലിൽ നിന്നും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായി. അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിന്റെ കാവൽക്കാരാണ് അവര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുകുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഖൈർ, ആ ഖൈറിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ബഖിയത്ത് ഖൈർ അവരിലുണ്ട്. പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സാധാരണയാണല്ലോ. പക്ഷെ ഒരു ബഖിയത്ത് ഖൈർ അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നല്ല നിലക്ക് നടക്കുന്ന മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിലെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാതെന്നാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിൽ ഇവിടെ പ്രയാസങ്ങളുണ്ടാവും, പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ട് ഇപ്പൊ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ള സമയമാണ് മസ്ജിദ്. നമുക്കറിയാമല്ലോ, ആ മസ്ജിദിൽ ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി വേണം. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. അപ്പൊ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കുന്ന നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നും അതിലേക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് ഗവൺമെന്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മളത് നിയമപരമായിട്ട് അതിനെ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിയമ സംഹിത ഉണ്ടല്ലോ, ഇപ്പോൾ ഭരണഘടനയുണ്ട്,
ഇവിടെ അതിലേക്കൊരു നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചു പോയിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥർ ഇവരിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിട്ട് എന്തെങ്കിലും നിലക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗീയ ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരിക്കലും അനുകൂലമല്ല. പലരും പറഞ്ഞു തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റെതായ ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് മനസ്സിലാക്കണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ശക്തമായ ഭാഷയിൽ അതിന് സമസ്ത നമുക്ക് ശക്തമായ ഭാഷ പറയാനും അത് കേൾക്കാനൊക്കെ അറിയാത്തതുകൊണ്ടല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന പ്രസ്ഥാനമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണെന്നത് നമ്മളെപ്പോഴും പറയണതാണ്. അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അവർക്കുള്ളതായ മദതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മദതുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അത് യാതൊരു സംശയമില്ല. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഏതോ ചില ഖത്തീബുമാരൊക്കെ എവിടൊക്കെ പ്രസംഗിച്ച് പോവുകയും സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് തോന്നുന്നത്. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിന് ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗലവിമാരൊക്കെ ഉണ്ട് പല ഭാഗത്തും. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പണിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്, ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി. അല്ലാതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ബാംഗ്ലൂർ സമ്മേളനം നടത്തിക്കൂടെ? എവിടെ നടത്തിക്കൂടെ? സമസ്ത എവിടെ സമ്മേളനം നടത്തുന്ന ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. സമസ്തന്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, സമസ്തന്റെ മഹാന്മാരാവുന്ന അസാത്തിവ്, സമസ്തന്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത്. എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമ കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറുള്ള മൗലവിമാര് അങ്ങനെ പലതും അവരൊക്കെ നമുക്ക് അതൊന്നും തന്നെ പണ്ഡിതം നിൽക്ക് പണ്ഡിതന്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആരും എതിർത്ത് പറഞ്ഞത്. അപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാൽ, ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും നമ്മളല്ല ഇതിന് മറുപടി പറയുന്നത്. ഇത് മഹാന്മാരാവുന്നതിന്റെ മശായിഖന്മാരായിരിക്കും മറുപടി, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഈ പ്രസ്ഥാനത്ത് ദീനിന്റെ പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിലേക്കുള്ള സൈറിലാണ് നമ്മളുള്ളത്. ഏതൊരു മനുഷ്യനും അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ? ആ വിജയിക്കണമെന്നെങ്കിൽ എന്ത് വേണം? ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം, എന്നാലേ ആ വിജയിക്കുള്ളൂ. അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹുവിലേക്കുള്ളതായ സൈർ, ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യർക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഇല്ലാ ബിഖൽബിൻ യർആ ഹുദൂദല്ലാഹ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദുകൾ, ആ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ഈമാൻ സഹിയാവുന്ന ഈമാൻ നമ്മൾക്കുണ്ടാവണം. അഖീദത്തിൽ സാബിത്തത്തിൽ ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അഖീദയാവണം നമ്മളെ അഖീദ. മഹാന്മാരാവുന്ന സഹാബത്ത് അവരെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായി. فنفضل أبا بكر على عمر وعمر على عثمان وعثمان على علي. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും, ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനും, അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉസ്മാൻ ബിൻ അഫ്ഫാനിനും ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. സഹാബത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ എതിരാണ് പിന്നീട് ഷിയാക്കൾക്ക് ഉണ്ടായത്. ഇവരേക്കാളൊക്കെ ഫضല് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിശ്വസിക്കണം. അങ്ങനെ അവരെ വിശ്വാസം പല നിൽക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുകയില്ല. അലി റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അലി റളിയല്ലാഹു അൻഹു വലിയ മഹാൻ തന്നെ, അതിൽ ആർക്കും സംശയമില്ല. അലി റളിയല്ലാഹു അൻഹു വലിയ ആളാണെന്ന് വിശ്വസിക്കണ്ടേ? സുമ്മ അലിയുന്നല്ലേ, അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫറുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ എന്ന സഹാബത്തിന്റെ ആ അഖീദ, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. അതാണ് അഖീദത്തിൽ സാബിതത്തിൽ ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുണ്ടാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരെ അഖീദയായി കൊണ്ട് അംഗീകരിച്ചു പോകുന്ന അഖീദയാവണം നമ്മുടെ അഖീദ. എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവും. മാത്രം പോരാ, ശരീഅത്തില്ല, അള്ളാഹുവിന്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിനോട് മുവാഫഖത്തായ അമലുകളാവണം നമ്മളോടുണ്ടാവുക. കള്ള തരീഖത്തിനെ പറ്റി, കള്ള ശൈഖന്മാരിലേക്കുള്ള സൂചനയാണത്. ശരീഅത്തൊന്നുമില്ലാതെ നടക്കുന്ന കുറെ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അത് വേറൊരു വിഭാഗമാണത്. ഒന്നും ബഹാരിയിൽ നിന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയില്ലേ, അവരെ പറ്റിയല്ല ഈ പറയണത്. പക്ഷേ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ, അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം ശരിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്നതായ 4-5 കാര്യങ്ങൾ, ഖൽബുൻ യർഹാഉദുല്ലാഹ് വഈമാൻ സഹീഹ് വഅഖീദത്തിൻ സാബിതത്തിൻ, അതുപോലെ തന്നെ വഅമാലിൻ മുഖയ്യദത്തിൻ ബിശരീഅത്തില്ലാഹ്. മാത്രം പോരാ, അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ലാഹ്. ഈ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ നമ്മൾ വർത്തമാനത്തിൽ സത്യം പറയാൻ പാടില്ല. സത്യമല്ലാത്ത വർത്തമാനം നമ്മൾ പറയാൻ പാടില്ല. നമ്മളെ എല്ലാ അവസ്ഥയിലും സഫാ നമുക്കുണ്ടായി തീരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഇത് 3 നമ്മുടെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയപ്പെട്ട ഈ 4-5 കാര്യങ്ങൾ. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിന്റെ പോഷക സംഘടനകളോടും പറയാനുള്ളത് അതാണ്. സമസ്തനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവണം പ്രവർത്തനം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ സമസ്തന്റെ കീഴടങ്ങാണോന്ന സമസ്തനെ ശക്തിപ്പെടുത്തണം. സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സംഘടനകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ്. സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സംഘടനകൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത എന്ന് കൂട്ടിക്കൊടുക്കേണ്ടിയില്ലേ? അത് ഇതിനു വേണ്ടിയാ. ഇതൊക്കെ സമസ്തന്റെ പോഷക സംഘടനകളാണ്. സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണ് എല്ലാ പോഷക സംഘടനകളും. SKSF പോലെ, അങ്ങനെ തന്നെ SMF പോലെ, SYS പോലെ, ഇങ്ങനത്തെ നമ്മളെ പല പോഷക സംഘടനകളുണ്ടല്ലോ, നമ്മൾ അഭിമാനിക്കണം. അങ്ങനെ എല്ലാ പോഷക സംഘടനകളോടും പറയാനുള്ളത്, എന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷക സംഘടനകളാവണം സമസ്തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളും. ആ നിലക്ക് സമസ്തയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ, സമസ്തയുടെ ആശയങ്ങളോ ആദർശങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളും അതിൻ്റെ വിശ്വാസവും ഒക്കെ സംരക്ഷിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കട്ടെ.